ഗോപിനാഥ് മുതുകാട് ആരാണെന്ന് ചോദിച്ചാൽ അറിയാത്ത മലയാളികളുണ്ടാകില്ല. ലോകമെങ്ങുമുള്ള ആയിരക്കണക്കിന് വേദികളിൽ മാജിക് പരിപാടികൾ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ മുതുകാട് നല്ലൊരു മനുഷ്യസ്നേഹി എന്ന നിലയിലും പ്രചോദനാത്മകമായ പ്രഭാഷകൻ എന്ന നിലയിലും സുപരിചിതനാണ്. കുട്ടികളെക്കുറിച്ചുള്ള മുതുകാടിന്റെ ചെറുപ്രസംഗങ്ങളും മറ്റും കയ്യടിയോടെയാണ് സ്വീകരിക്കാറുള്ളത്. മാജിക് പരിപാടികളുമായി ലോകം ചുറ്റാറുള്ള മുതുകാട് ഒരു സുപ്രഭാതത്തിൽ മാജിക് ഉപേക്ഷിക്കുകയും ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി ജീവിതം മാറ്റിവെക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ്. പൊതുവേദിയിലെ മാജിക് പരിപാടികൾ നിർത്തലാക്കിയ ശേഷം മുതുകാട് ആരംഭിച്ചതാണ് മാജിക് പ്ലാനറ്റ് എന്ന തിരുവനന്തപുരത്തെ സ്ഥാപനം. ഭിന്നശേഷി കുട്ടികളിലെ അസാമാന്യ പ്രതിഭയുള്ളവരെ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് സ്ഥാപനം. കുട്ടികൾക്കായി ഇവിടെ താമസ സൗകര്യവും പ്രത്യേക പരിശീലനങ്ങളുമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 300ഓളം കുട്ടികൾ ഇവിടെയുണ്ടെന്നാണ് റിപ്പോർട്ട്. മുതുകാടിന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. പ്രത്യേകിച്ചും പ്രത്യേക കഴിവുകളുള്ള ഭിന്നശേഷി കുട്ടികൾക്കായി സംസ്ഥാനത്ത് മറ്റു സ്ഥാപനങ്ങളില്ലാത്തതിനാൽ പലരും മുതുകാടിന്റെ സംരംഭത്തിന് പിന്തുണ നൽകി. എന്നാൽ ഈ സ്ഥാപനം പണമുണ്ടാക്കാനുള്ള മുതുകാടിന്റെ പുതിയ വഴിയാണെന്നും ഭിന്നശേഷി കുട്ടികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിൽ നിന്നും പുറത്തുനിന്നും കോടികൾ സമ്പാദിച്ചിട്ടുണ്ടെന്നുമുള്ള ഞെട്ടിക്കുന്ന ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചിത്ര സിയാർ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും മുതുകാടിനെതിരെ ഉയർന്ന ആരോപണം വൈറലായി മാറിയിട്ടുണ്ട്. സർക്കാരിൽ നിന്നും പണം വാങ്ങുന്നില്ലെന്ന മുതുകാടിൻ അവകാശവാദം തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകളും അവർ പുറത്തുവിട്ടു. 2 കോടിയിലധികം രൂപ വിവിധ വകുപ്പുകൾ മുതുകാടിനായി അനുവദിച്ചിട്ടുണ്ട്. എല്ലാ ഭിന്നശേഷി കുട്ടികൾക്കുമായി ലഭിക്കേണ്ട തുക മുതുകാടിന്റെ സ്ഥാപനത്തിന് മാത്രമായി നൽകിയതിൽ ദുരൂഹതയുണ്ടെന്ന് ചിത്ര ആരോപിക്കുന്നു. ഒട്ടേറെ പേർ ചിത്രയുടെ ആരോപണം പങ്കുവയ്ക്കുകയും മുതുകാടിന്റെ പ്രവർത്തനം സുതാര്യതയില്ലാത്തതാണെന്ന് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിത്ര ഉന്നയിക്കുന്ന പല ആരോപണങ്ങളിലും ഇനിയും വ്യക്തത വരേണ്ടതാണെങ്കിലും മുതുകാടിനെ പോലെയുള്ള ഒരു വ്യക്തിക്കെതിരെ ഇത്രയും പരസ്യമായി ഗൗരവതരമായ ഒരു ആരോപണം പലരിലും ഞെട്ടലുണ്ടാക്കുന്നതാണ്. ചിത്രയുടെയും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഫേസ്ബുക്ക് പ്രൊഫൈലുകളിലൂടെയും ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ മുതുകാട് മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുതുകാട് നടത്തുന്ന സ്ഥാപനത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കുന്നവർക്ക് നിശ്ചിത യോഗ്യതയില്ലെന്ന് ചിത്ര ചൂണ്ടിക്കാട്ടുന്നു. ഈ വിഷയത്തിൽ മുതുകാട് നേരത്തെ പറഞ്ഞത് സർക്കാർ സഹായം സ്വീകരിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ പ്രത്യേക യോഗ്യതയുള്ളവരെ നിയമിക്കേണ്ടതില്ലെന്നാണ്. എന്നാൽ സർക്കാർ സഹായം മുതുകാടിന് ലഭിച്ചെന്ന് വ്യക്തമായതോടെ അദ്ദേഹം ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, വിദഗ്ധ പരിശീലനം നടത്തിയവർ മാത്രമാണ് ഓട്ടിസം പോലുള്ള രോഗബാധിതരെ പരിപാലിക്കേണ്ടതെന്നത് മുതുകാട് മറന്നുപോകുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഉപയോഗിച്ച് വ്യക്തിപരമായി പണവും സ്വത്തുക്കളും സമ്പാദിക്കുകയെന്നത് മുതുകാടിനെ പോലെ ഒരു വ്യക്തിക്ക് ചേർന്നതല്ല. കുട്ടികൾ അനാഥരാണെന്ന് പ്രചരിപ്പിച്ച് വിദേശങ്ങളിൽ നിന്നും മറ്റും സഹതാപം പിടിച്ചുപറ്റിയാണ് പണം പിരിക്കുന്നതെന്നാണ് ആരോപണം. സഹതാപം പിടിച്ചുപറ്റാൻ കഴിയുന്ന കുട്ടികളെ മാത്രമേ തന്റെ സ്ഥാപനത്തിൽ മുതുകാട് ചേർക്കാറുള്ളൂ എന്നും ചിത്ര പറയുന്നുണ്ട്. കുട്ടികളെ പൊതുവേദിയിൽ ചേർത്തു പിടിക്കുകയും അല്ലാത്തപ്പോൾ അറപ്പോടെ കാണുകയും ചെയ്യുന്നു എന്ന ആരോപണവും മുതുകാടിനെതിരെയുണ്ട്. ചിത്രയെ കൂടാതെ മറ്റ് ചില പ്രൊഫൈലുകളും ഈ ആരോപണം ശരിവെക്കുന്നു. മുതുകാടിന്റെ സ്ഥാപനത്തിൽ കുട്ടികളെ ചേർത്ത ചില മാതാപിതാക്കൾ തന്നെ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ഈ രീതിയിലുള്ള മാറ്റമുണ്ടെന്ന് പറഞ്ഞതായി പറയപ്പെടുന്നു. ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഞെട്ടിക്കുന്ന ആരോപണത്തിൽ സർക്കാരും ഗോപിനാഥ് മുതുകാടും ഒരുപോലെ മറുപടി പറയേണ്ടതുണ്ട്. സർക്കാർ ഫണ്ട് ഏത് രീതിയിലാണ് മുതുകാടിന് ലഭിച്ചതെന്ന് അദ്ദേഹം വിശദീകരിക്കണം. കുട്ടികളുടെ പരിപാലനവും പരിശീലനവും വിദേശ ഫണ്ടുകളെക്കുറിച്ചുള്ള ദുരൂഹതയും ഇല്ലാതാക്കേണ്ടതും അദ്ദേഹത്തിന്റെ ചുമതലയാണ്. അതുപോലെ സർക്കാരും മുതുകാടിന്റെ സ്ഥാപനത്തിന് പണം നൽകിയത് ഏതു വകുപ്പിലാണെന്നത് വിശദീകരിക്കണം. ഭിന്നശേഷിക്കാർക്കുള്ള നിരാമയ ഇൻഷുറൻസ് പ്രീമിയം പോലും അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന സർക്കാരാണ് മുതുകാടിന് 2 കോടിയിലധികം അനുവദിച്ചത്. സർക്കാരിന്റെ തന്നെ ആശാകിരണം പദ്ധതിയും സ്കോളർഷിപ്പുമെല്ലാം ഫണ്ടില്ലാതെ ഞെരുങ്ങുമ്പോഴാണ് ഒരു സ്ഥാപനത്തിന് ഇത്രയധികം തുക അനുവദിച്ചതെന്നത് ദുരൂഹമാണ്. സംസ്ഥാനത്തെ അതിദരിദ്രരായ ഭിന്നശേഷി കുട്ടികൾക്ക് ലഭിക്കേണ്ട ഫണ്ടുകൾ ഒരാൾ അടിച്ചുമാറ്റുന്ന പരാതി നിസ്സാരമല്ല. സർക്കാർ ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ തന്നെ വിശദീകരണം നൽകുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ.